ശുക്ർ, നന്ദി. അതാണ് പാഠത്തിന്റെ പ്രധാന കണ്ടന്റ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹു പറയുന്നത്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാനാണ്. ഓക്കെ, അവൻ എണ്ണാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചത്. ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അള്ളാഹു നമ്മെ മുസ്ലിം ആക്കിയതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഓക്കെ, മുസ്ലിം ആക്കിയതിന് നന്ദി കൂടി നമ്മൾ പഠിച്ചു വെക്കുക. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, നിരോധിച്ചത് ചെയ്യാതിരിക്കുക, ഇവ മുസ്ലിം ആക്കിയതിനുള്ള നന്ദിയാണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഇനി ഓരോന്നിന്റെയും നന്ദികൾ പറയുന്നുണ്ട്. ഇനിയോ നമ്മുടെ കണ്ണ്, മൂക്ക്, മറ്റുള്ളവരെല്ലാം അള്ളാഹുവിന്റെ നിയമത്തുകളാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്, നിയമത്തുകളാണ്. ഇവയ്ക്കെല്ലാം നമ്മൾ ശുക്ർ ചെയ്യണം. ഓക്കെ, ശുക്ർ എന്നാൽ എന്താ? ശുക്ർ എന്നാൽ എന്താ? ഗുണം ചെയ്തവന്റെ നന്ദി പ്രകടിപ്പിക്കലാണ് ശുക്ർ. ശുക്രിന്റെ ഡെഫിനിഷൻ ഗുണം ചെയ്തവന്റെ നന്ദി പ്രകടിപ്പിക്കലാണ് ശുക്ർ. ശുക്ർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചെയ്യണം? മനസ്സുകൊണ്ട് ചെയ്യണം, വാക്കുകൊണ്ട് ചെയ്യണം, കർമ്മങ്ങൾ കൊണ്ട് ചെയ്യണം. അപ്പൊ കൽബിന്റെ, ഹൃദയത്തിന്റെ, മനസ്സുകൊണ്ടുള്ള ശുക്ർ എങ്ങനെയാണ്? കണ്ടോളൂ, അള്ളാഹുവിൽ വിശ്വസിക്കുക, അവനെ സ്മരിക്കുക, മനസ്സാൽ അവനെ സ്തുതിക്കുക. ഇത് മൂന്നുമാണ് ഹൃദയത്തിന്റെ, മനസ്സിന്റെ, കൽബിന്റെ ശുക്ർ. ഓക്കെ, ഇവ കൽബിന്റെ ശുക്രാണ്. ഇനിയോ നാവിന്റെ ശുക്ർ വെക്കാം. എന്താണ്? അവന് സ്തുതി പറയുക, അവൻ നൽകിയ നിഅമത്തുകൾ എടുത്തു പറയുക. ഇതൊക്കെ എന്താണ്? നാവിന്റെ ശുക്രാണ്. ഇവ നാവിന് അവന് സ്തുതി പറയുക, അതുപോലെ നാവോട് പറയുക. പിന്നെ അവൻ നൽകിയ നിഅമത്തുകൾ എടുത്തു പറയുക. നമുക്ക് ഇത് തന്നല്ലോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു തന്ന നിഅമത്ത് പറയും. ഓക്കെ, ഇനി അവയവങ്ങളുടെ ശുക്ർ നോക്കണേ. അവയവങ്ങളുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ ശുക്ർ. അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ അവയവങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ഉപയോഗിക്കുക. ഇതാണ് എന്ത്? അവയവങ്ങളുടെ ശുക്ർ. പിന്നെയോ ഒന്നുകൂടി എന്ത്? കുറ്റകൃത്യങ്ങൾ അവയെ തടയുക. ഇതും അവയവങ്ങളുടെ ശുക്രാണ്. ഇതാണ് അവയവങ്ങളുടെ ശുക്ർ. ഓക്കെ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അതുകൂടി പറയുന്നത്. ജമീലും ഇവരും തമ്മിലുള്ള സംഭാഷണം. എന്താണ് ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് വീർത്ത് പൊട്ടുന്നത് വരെ രാത്രി നിസ്കരിച്ചു. കാല് വീർത്ത് പൊട്ടുന്നത് വരെ രാത്രി നിന്ന് നിസ്കരിക്കാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പാപമില്ലാത്ത തങ്ങൾ എന്തിനെ ഇത്ര ബുദ്ധിമുട്ടുന്നു? പാപ സുരക്ഷിതരായ തങ്ങൾ പാപങ്ങളൊന്നും ചെയ്യാണ്ട്, പാപമൊന്നും ഇല്ലാത്ത ആളാണ് സ്വന്തം പാപം തെറ്റ് ചെയ്യണല്ലോ, അങ്ങനെയുള്ള തങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞ വാക്ക് കാണാതെ വിളിച്ചു നോക്കണം. അഫലാ അകൂന അബ്ദൻ ശുക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടത് ഇല്ലയോ? ആയിഷ, യാതൊരു ചോദ്യമാണ്. ഞാനൊരു നന്ദിയുണ്ടായിരുന്നു. അപ്പൊ കാല് വീർത്ത് പൊട്ടുന്നത് വരെ നിന്നിട്ട് പറയാ അത് അള്ളാഹുള്ള നന്ദിയാണ് എന്ന് നമ്മളത് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ശുക്ർ ചെയ്യുന്നവർക്ക് പ്രതിഫലത്തെ കുറിച്ച് പറയുന്നത് കൂടി നോക്കാം. നന്ദി ചെയ്യുന്നവർക്ക് നിഅമത്തുകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് അള്ളാഹു പറയുന്നത്. ഓക്കെ, നിയമത്തുകൾ വർദ്ധിപ്പിക്കും. എന്ത് ചെയ്യും? നന്ദി ചെയ്താലോ അള്ളാഹു തആല പിന്നെയും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും എന്നർത്ഥം. ഇനിയോ നന്ദികൾ ചെയ്താലോ അത് മനസ്സ്, ശരീരം, സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിക്കലാണ് നന്ദികേട്. നന്ദികേട് എന്ന് പറഞ്ഞാൽ മനസ്സ്, ശരീരം, സമ്പത്ത് ഇതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിക്കണം. അള്ളാഹു പറയുന്നത്, എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചാൽ, എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ കഠിനമാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇത്രയും പോയിന്റുകളാണ് അതിനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളതൊക്കെ സംഭാഷണ കാര്യമാണ്. ഈ പോയിന്റുകൾ നന്നായി മനസ്സിലാക്കി പഠിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്.